ഹലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ രീതിയിലെ ഫുഡ് വ്ളോഗ്. എല്ലാവരും ഫുഡ് വ്ളോഗിൻ്റെ പിന്നാലെയാണെന്നറിയാം. അപ്പോൾ നമ്മളും ചെറിയ രീതിയിലൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ചെറിയൊരു വീഡിയോ, അതായത് ചെറിയ നമ്മൾ വൈകിട്ടത്തെ ചായക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി. എല്ലാവരും ഇത് ചെയ്യുന്നതായിരിക്കാം, എന്നാലും നമ്മൾ നമ്മുടെ ഐഡിയയിൽ ചെയ്തത് ഇങ്ങനെയാണ്. അരിയുണ്ടയും അതുപോലെ ചായയും. അപ്പോൾ അരിയുണ്ട ഉണ്ടാക്കാവുന്ന, നമ്മളുണ്ടാക്കിയ എളുപ്പത്തിലുള്ള രീതി എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ അരി നല്ലപോലെ വറുത്തെടുത്തു, കഴുകിയിട്ട് അരി നല്ലപോലെ കഴുകി, അതുപോലെ വെള്ളം അതിൻ്റെ അരിച്ചെടുത്ത് ഒരുവിധം ഡ്രൈ ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ചൂടുള്ള പാനിലേക്ക് ഇട്ട് നല്ലതുപോലെ വറുത്തെടുക്കുന്നു. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആ ലെവലിലേക്ക് നമ്മൾ അരിയെ വറുത്തെടുക്കുന്നു. അതിന് ശേഷം നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ ചിരകിയത്, ടേസ്റ്റ് നല്ലപോലെ കിട്ടുന്നുണ്ട്. തേങ്ങ ചിരകിയത്. ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണെന്നറിയാലോ. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് അളവിൽ ഉള്ള തേങ്ങ ചിരകിയത് ഇട്ടു. നല്ലപോലെ ഗോൾഡൻ ബ്രൗണിൽ അതും വറുത്തെടുത്തു. പിന്നെ അത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ശർക്കര, ഒരു അച്ച് ശർക്കര നമ്മൾ നല്ലപോലെ അരിഞ്ഞെടുത്തു. നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ച് അലിയിപ്പിച്ചെടുത്തില്ല, അരിഞ്ഞെടുത്തു. നമ്മൾ കത്തി വെച്ചിട്ട് അരിഞ്ഞെടുത്തു, അല്ലെങ്കിൽ പൊടിച്ചെടുത്തു. അത് നമ്മൾ ഇതിൽ മിക്സ് ചെയ്തു. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് എല്ലാം കൂടെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ക്രഷ് ചെയ്തു. നമ്മൾ വറുത്തെടുത്ത അരിയും അതുപോലെ തന്നെ തേങ്ങ വറുത്തെടുത്തതും ഈ ശർക്കര അരിഞ്ഞെടുത്തതും കൂടിയിട്ട് ഒരുമിച്ച് ക്രഷ് ചെയ്തു. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ചുക്കിൻ്റെ പൊടിയും അതുപോലെ തന്നെ കുറച്ച് ജീരകം, ചെറിയ അളവിൽ കുറച്ച് ജീരകവും ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒന്നുകൂടി ക്രഷ് ചെയ്തു. ഒരു നൈസ് പൊടിയല്ല, ഒരു മീഡിയം ലെവലിലുള്ള പൊടി തരി രൂപത്തിൽ നമ്മൾ അതിനെ പൊടിച്ചെടുത്തു. പിന്നീട് നമ്മളതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ അത് മിക്സ് ചെയ്ത് കൊടുത്തു. വളരെ ചെറിയ അളവിലാണ് വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി മാറിപ്പോരുതല്ലോ. അതായത് കട്ടി നല്ല ലൂസാവാനും പാടില്ല, അതുപോലെ നല്ല ഒരുവിധം ഡ്രൈ ആയിട്ട് കിടക്കാനും പാടില്ല. ഒരുവിധം നമ്മൾ ഉണ്ട പിടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉരുണ്ട രൂപത്തിൽ പിടിക്കുന്ന സമയത്ത് അത് കട്ടിയായിട്ട് നിൽക്കണം, പൊടിഞ്ഞു പോകാതെ. അപ്പോൾ ആ ലെവലിൽ നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നു. ഇതേപോലെ ഉണ്ട നമ്മൾ പിടിക്കുന്നു. ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം സംഭവിച്ചു. നമ്മളിത് ഉണ്ട പിടിക്കുന്നതിന് മുമ്പ് തന്നെ പൊടിച്ചെടുത്തപ്പോൾ സ്പൂണ് കൊണ്ട് കോരി കഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്യുന്നതിനിടയിൽ നമ്മൾ 2-3 സ്പൂണൊക്കെ കോരി കഴിച്ചിരുന്നു, അപ്പോഴും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ലെവലിൽ നമുക്ക് കഴിക്കാം. ഉണ്ട പിടിച്ച് നമുക്കത് ഭംഗിയായിട്ട് നമുക്ക് ഒരു രൂപം കിട്ടുന്നതിനായിട്ട് നമുക്ക് നല്ലൊരു ഭംഗിയുള്ള രൂപത്തിലേക്ക് ഇതിന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ട പിടിച്ചത്, അല്ല ഉരുണ്ട രൂപത്തിൽ നമ്മളാക്കിയെടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ അരിയുണ്ടയുടെ പരുവം. അങ്ങനെ നമ്മൾ അരിയുണ്ടയും ചായയും കൂടിയാണ് ഇന്നത്തെ വൈകിട്ടത്തെ ചായക്കുള്ള പലഹാരമായിട്ട് നമ്മൾ കഴിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ നല്ല മഴയൊക്കെ കാരണം കഴിക്കാനും നല്ലൊരു അറ്റ്മോസ്ഫിയറിലിരുന്ന് കഴിക്കാൻ നമുക്ക് സാധിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. എന്നുവെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഫുഡ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ചെറിയൊരു ഫുഡ് വ്ളോഗാണ്. അപ്പോൾ അതിൽ ഉള്ള കുറവുകളൊക്കെ നിങ്ങൾ പറയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ലൊരു ദിവസം നേരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൺഡേ വ്ളോഗ്, ഇന്നത്തെ സൺഡേ ഒരു ഡെയിലി ലൈഫിൻ്റെ ഒരു വ്ളോഗ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതടുത്ത ദിവസങ്ങളിൽ നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ മൊത്തം പ്രോഗ്രാം അത് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് റിലീസ് ചെയ്യുമ്പോൾ എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യണം നമ്മളെ.